ഇന്നൊരു ലോങ് വീഡിയോ ആയാലോ? കുറച്ച് കാര്യങ്ങൾ, വലിയ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ഒരു മഴയുള്ള ഒരു ദിവസമാണ് കേട്ടോ ഈ കാണുന്നത്. ഇപ്പോൾ റംബുത്താനുള്ള എല്ലാ വീട്ടിലെ അവസ്ഥ ഇതായിരിക്കുമല്ലോ അല്ലേ? ഇവിടെ എന്തോരമാ പൊഴിഞ്ഞു പോകുന്നതെന്ന് കയ്യും കണക്കും ഒന്നുമില്ല കേട്ടോ. ഇങ്ങനെ എന്നും രാവിലെ ഇതുപോലെ കാണും. പിന്നെ മഴയായതുകൊണ്ട് നമുക്ക് തൂക്കാനും പറ്റത്തില്ല. ഇന്ന് പിന്നെ ഉച്ച കഴിഞ്ഞതിന് ശേഷം മഴയൊന്നും പെയ്തിട്ടില്ല. ഇത് ഉച്ച കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ ഈ എടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് വേറൊരാളെ കൂടെ കണ്ടിട്ട് വരാം. ഇത് നമ്മുടെ വീട്ടിലെ ആകെയുള്ള ഒരു അടീനിയമാണ് കേട്ടോ. അത് പൂക്കാറായി, അതിന് പൂ വരാറായി. ഏത് പൂവാന്നൊന്നും അറിയത്തില്ല. കണ്ടില്ലേ, ഇതുപോലെ ഇത്രയും, ഇതൊന്നും ഒരു ദിവസത്തെയാണ്. ഇത്രയും പാകമായതാണ് ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്നത്. കണ്ടില്ലേ, ഇത്രയും നല്ല ഫ്ലഷ് ഉള്ളതാണ്. ഇവിടുത്തെ റംബുത്താന് അധികം നല്ല ഫ്ലഷ് ഉള്ളതാണ് കേട്ടോ. നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാം. നല്ല പച്ചയ്ക്കാണെങ്കിലും നല്ല മധുരമാണ്. പക്ഷേ ഇത് കാരണം എങ്ങനെയാണ്, ഒന്നെങ്കിലും കിട്ടി കഴിച്ചാൽ മതിയെന്നേ എനിക്കിപ്പോൾ ഉള്ളൂ. അതുപോലും കിട്ടാറില്ല. പിന്നെ നമ്മൾ ഈ തൂത്തുവാരി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും കേട്ടോ. അത് ഈ മുറ്റത്തോട്ട് ഇറങ്ങുമ്പോൾ ഈ മെസ്സിയായിട്ട് കിടക്കുമ്പം നമുക്കും ഒരു വല്ലാത്ത ഒരു ഇതാണ്. അതൊക്കെ കഴിഞ്ഞ് വന്ന് അതിൻ്റെ ക്ഷീണം മാറ്റാൻ ഞാൻ പിന്നെ ഒരു പൈനാപ്പിൾ കഴിച്ചു. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് എന്തിൻ്റെയോ മുട്ടയാണ് കേട്ടോ. എന്താണെന്നൊന്നും അറിയത്തില്ല. മഴ ഇപ്പം വല്ലാത്ത അനുഗ്രഹമാണ് തന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഉള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ ഒടിച്ച് കളയണം. എൻ്റെ മൽബറി ഞാൻ ആറ്റുനോറ്റ് കൊണ്ടുപോയി നട്ടുപിടിപ്പിച്ചാണ്. അതിൻ്റെ മണ്ട എന്തായാലും ഒടിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ തൊട്ട് താഴെ, വീടിൻ്റെ തൊട്ട് താഴെ തോടാണ് കേട്ടോ. അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതിലും നല്ല വെള്ളമാണ്. പിന്നെ ഇത് കണ്ടില്ലേ, മഴ ആയതുകൊണ്ട് നമുക്ക് ഒരു പെസ്റ്റിസൈഡ് പോലും അടിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും നേരെയാവത്തില്ല. ഇപ്പോൾ പിന്നെ തൽക്കാലം നല്ല വെയിലുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു മരുന്ന് ചെയ്യാണ്. എന്ത് തരം ജീവിടാന്ന് എനിക്കറിയത്തില്ല. എനിക്കൊന്ന് ആമ കൊണ്ടാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് ഭയങ്കര കഷ്ടമാണ്. ഞാൻ കുറേയൊക്കെ എടുത്ത് കൊന്നൊക്കെ കളഞ്ഞു. എന്നാലും ഇതുമാതിരി ഒരുപാടുണ്ട്. പിന്നെ ഞാൻ അതിന് ചെറിയൊരു പെസ്റ്റിസൈഡൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉറുമ്പിൻ്റെ കാര്യം അത് പിന്നെ പറയാനില്ല. ഇത് നമ്മുടെ ക്യാപ്സിക്കത്തിൻ്റെ തൈയാണ് കേട്ടോ. തൈയെന്ന് പറയാൻ പറ്റത്തില്ല, ഇതിൽ ഒരു വട്ടം വിളവൊക്കെ എടുത്തതാണ്. അതിന് ഞാൻ ചെറിയൊരു മരുന്ന് പ്രയോഗിക്കുകയാണ്. ഇത് മഞ്ഞളാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുക. വേറെ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മഴ കാരണം. അതൊന്ന് വിതറി കൊടുത്തു. പിന്നെ കുറച്ച് മുളക് ഇങ്ങോട്ടിപ്പം കയറാറില്ലായിരുന്നു, അതുകൊണ്ട് മുളകെല്ലാം കിടന്ന് പഴുത്തിട്ടുണ്ട്. ഇതൊരു ചെറിയ തൈയാണ് കേട്ടോ. ഇതുപോലൊക്കെ മുളക് കായ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന മരുന്ന് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇപ്പം ഇനി ഈ മുളകൊക്കെ നമുക്കിനി പാകാൻ വേണ്ടിയിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്കിനി കറി വയ്ക്കാൻ എടുക്കാം. പിന്നെ അത്രയും പഴുത്ത് കിട്ടിയതല്ലേ, എന്തായാലും നമുക്കതിനി പാകാൻ വേണ്ടിയിട്ട് എടുക്കാം. ഇതുപോലൊക്കെ മുളക് കായ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം കേട്ടോ. അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ. നമുക്ക് പറഞ്ഞു തന്നാൽ അത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഇതാണ് നമ്മുടെ ആ റംബുത്താൻ്റെ മരം കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ, കുറച്ച് കായ്കൾ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതും കൂടെ പൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. കണ്ടില്ലേ, ഇത് പഴുത്ത് തുടങ്ങാറായി. ചിലത് അവിടെ ഇവിടെയൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ പോയി കഴിഞ്ഞാൽ സങ്കടം സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ എങ്ങനെയാണ്, ഇതുമാതിരിയാണോ? അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മുടെ ക്യാമറ ഫ്രെയിമിൽ വേറൊരാളും കൂടെ വന്നിട്ടുണ്ട്. ആശാൻ എന്തോ ആലോചിച്ചിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. നമുക്കിന്ന് കുറച്ച് തൈകളൊക്കെ നട്ടുപിടിപ്പിക്കാനുണ്ട് കേട്ടോ. ഇത് കുറച്ച് നാളായിട്ട് ഇതിവിടെ ഇരിക്കുകയാണ്. അപ്പം നമുക്ക് മെലസ്റ്റോമയുടെ തൈ നമുക്ക് ഇതുപോലെ സൈഡിലൊന്ന് നട്ടുകൊടുക്കാം. ഞാൻ ആദ്യം വിചാരിച്ചത് മെലസ്റ്റോമയുടെ തൈയെ നമ്മൾ ഒരു വലിയ പോട്ടിൽ നടാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. പിന്നെ ഓർത്തു മെലസ്റ്റോമയൊക്കെ ഇച്ചിരി പൊക്കം വയ്ക്കുന്ന ടൈപ്പാണ്, അങ്ങനെ കാണാനേ ഒരു ഭംഗിയൊക്കെ ഉള്ളൂ, നല്ലപോലെ പൂവൊക്കെ പിടിക്കാൻ അതാണ് കുറച്ചും കൂടെ നല്ലത്. നമുക്ക് പിന്നെ പ്രൂൺ ചെയ്തൊക്കെ കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്ന ചെടികൾ ഇതുപോലത്തെ നല്ല പശപ്പനുള്ള മണ്ണിലായിരിക്കും അവർ നട്ടു കൊടുക്കുന്നത്. നമ്മൾ അതുമാതിരി കൊണ്ട് നട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ചെടി നശിച്ചു പോകാൻ കാരണമാകും. ഇതുപോലൊക്കെ ഒന്ന് ഇളക്കിയിട്ട് നടുവാണെങ്കിൽ ആ ചെടിയുടെ റൂട്ട് പെട്ടെന്ന് ഓടാൻ അത് സഹായിക്കും കേട്ടോ. അത് ഈ പശപ്പനുള്ള മണ്ണിൽ നടുന്നത് കൊണ്ടാണ് അങ്ങനൊരു പ്രശ്നം വരുന്നത്. എൻ്റെ അങ്ങനെ 2-3 ചെടികൾ നശിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുത്തു പറഞ്ഞത്. ഓരോ പാഠങ്ങളല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് ഒരെണ്ണം കൂടി നടാനുണ്ട് കേട്ടോ. കുറച്ച് ചെടികൾ ഇങ്ങനെ മേടിച്ച് വെച്ചിട്ടുണ്ട്. നടാൻ നമുക്ക് ഈ മഴ ആയതുകൊണ്ടാണ് നടാഞ്ഞത്. ഞാൻ ആദ്യം എല്ലാ ചെടികളും പോട്ടിൽ നടുവാണെങ്കിൽ ആദ്യം ഞാൻ കൊടുക്കുന്നത് കരിയില, ഇച്ചിരി ഒന്ന് ഉണങ്ങിയെന്നല്ല, ഒന്ന് പൊടിഞ്ഞ കരിയിലയാണ് കൊടുക്കുന്നത്.
എന്നിട്ട് ഇതും കൂടി നമുക്കൊന്ന് നട്ടു കൊടുക്കണം. എനിക്ക് തോന്നുന്നു ഇത് അഗ്ലോണിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഇത് എൻ്റെ പേര്. നമ്മുടെ പോട്ടി മിക്സ് എല്ലാം തീർന്നിരിക്കുകയാണ്. ഇനിയെല്ലാം ഒന്ന് ചെയ്തെടുക്കണം. ഓരോന്ന് ആയിട്ട് ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പം ചകിരിച്ചോറ് മേടിച്ചിട്ടുണ്ട്, ഇനി എല്ലാം ഒന്ന് മിക്സ് ആക്കണം. മഴയായതുകൊണ്ട് നമുക്ക് മണ്ണെടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ പോട്ടി മിക്സ് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, എൻ്റെ ഷോർട്സ് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ചാണകപ്പൊടി, ചകിരിച്ചോറ്, മണ്ണ്, ഇത് തന്നെ. പിന്നെ ലിക്വിഡ് വളങ്ങളാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ.